മലപ്പുറം കരുവാരക്കുണ്ടിൽ 14-കാരിയുടെ കൊലപാതകത്തിന് കാരണമായത് ആൺ സുഹൃത്തിന്റെ സംശയ രോഗമെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്ന സംശയമായിരുന്നു ഈ 16-കാരന്. പോലീസ് എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ ടവർ ലൊക്കേറ്റ് ചെയ്താണ് തൊഴിലുറപ്പ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ. പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഫോണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പോലീസിനെ കണ്ടതിന് ശേഷം എന്ത് ചെയ്തു, അവിടെ ഒന്നും കാണുന്നില്ല. രണ്ടാമത് ചെക്കും പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്തോട്ട് മാറിയെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇന്നലെ കേട്ട വാർത്ത ഉണ്ടല്ലോ, ഇപ്പോഴും ഉൾക്കൊള്ളാൻ പ്രയാസ. ഒരു 14 വയസ്സേ ആ പെൺകുട്ടിക്കുള്ളൂ. പടച്ചറബേ, പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോയൊരു കുട്ടിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുന്നൊരു ഗതികേട് ഒരു മാതാപിതാക്കൾക്കും കൊടുക്കല്ല റബ്ബേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സ്കൂളിലേക്ക് അനിയത്തിൻ്റെ കൂടെ പോയത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണ്. മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. സ്കൂളിൻ്റെ ഗേറ്റ് വരെ ആ പെൺകുട്ടി എത്തിയിരുന്നു. അവിടെ നിന്നാണ് ആ പെൺകുട്ടി മിസ്സായത്. ആരും തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടായതല്ല, പ്രണയിച്ചവൻ്റെ കൂടെ ഓട് പോയതാ. ഇവൻക്ക് ഇവളോട് അടങ്ങാത്ത പ്രണയ. ഇവൻ 10ാം ക്ലാസ് വരെ നല്ല ഡീസൻ്റ് നീർ ചെറുക്കൻ. അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്നത്. ഇവള് പഠിക്കണ കരുവാരക്കുണ്ട്, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ഇവൻ പഠിക്കുന്നത്. വെറും 16 വയസ്സ്, ഒരു ഇളുന്ത് ചെക്കൻ. ഇപ്പൊ എന്തിനാണ് ഈ പെൺമക്കൾ ഇവൻ്റെ ഒക്കെ കൂടെ പോകണം? നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞാൽ അത് പഠിച്ചാൽ പോരെ. ആ പെൺകുട്ടി പോയിട്ട് വാണിയമ്പലം വരെ എത്തിവരെ ബസ്സിലൊക്കെ കയറി വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് റെയിൽവേ ട്രാക്ക് വഴി നടന്നു. അവൻ്റെ പിന്നിൽ വേറെ ലക്ഷ്യം ഉണ്ടായിരുന്നു. ലക്ഷ്യമുണ്ട് എന്ന് പറയാൻ കാരണമുണ്ട്. ഇവൻക്ക് ഇവള് എന്ന് പറഞ്ഞാൽ ജീവനാ. ഇവൻ 10ാം ക്ലാസ് വരെ നല്ല ഡീസൻ്റ് ആയിരുന്നു. +1 ആയതോടെ സ്വഭാവം കൊണ്ട് മാറി. ഇവൻ ലഹരിക്ക് അഡിക്റ്റ് ആണോ എന്ന് സംശയമുണ്ട്. ഇവൻ എല്ലാവരോടും ദേഷ്യം പിടിക്കുക, ഭയങ്കര ടോക്സിക്. ഇവളെ കണ്ടില്ലെങ്കിൽ ഇവന് നേരെ ഇവളുടെ വീട്ടിലേക്ക് വരികയാണ്. പോലീസ് ഇവൻ അവസാനം പറഞ്ഞാൽ ഞാൻ ഒന്നേക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരും കാണാൻ. ഏതെങ്കിലും പെൺകുട്ടികളും ആൺകുട്ടികളും എവിടെയും ചെന്നിരുന്നിട്ട് ഉടായ്പ ഒപ്പിക്കുക. നമ്മൾ ചോദിക്കാൻ നമുക്ക് പാടില്ലല്ലോ, നമ്മൾ മിണ്ടാൻ പാടില്ലല്ലോ. ആ നിയമങ്ങൾ മാറിയില്ലേ? നമ്മൾ സദാചാര പോലീസ് ആവൂല. അതോടുകൂടി അതൊക്കെ ഇങ്ങനെ ആയത്. ഏത് ബസ് സ്റ്റോപ്പിലും പോയോക്ക്, ഏത് ബസ് സ്റ്റാൻഡിലും പോയോക്ക്, ഇത് കാണുന്നവർക്കൊക്കെ പറയാനുള്ളത് വേശ്യാലയം പോലെയാണ് പലയിടത്തും. വീട്ടിലേക്ക് വന്ന് വീട്ടുകാരൊക്കെ ഇവരോട് പറഞ്ഞാൽ മേലിത് ചെയ്യല്ലേ, പൊന്നു മോനെ, ഈ പഠിക്കണ കുട്ടിയല്ലേ. ഇവൻ്റെ ഉള്ളിൽ ഇതൊരു പകയായിട്ട് മാറുകയാണേ. അങ്ങനെയാണ് ഇവനക്ക് മനസ്സിലായത്. ഈ പെൺകുട്ടി ഇപ്പം ഇതിന്ന് വലിയ പിന്മാറുന്നുണ്ട്. ഓൾക്കിപ്പോൾ വേറെ ആരോടോ ഇഷ്ടമുണ്ടായിട്ടായിരിക്കും. ഓവിടെ ആ കുട്ടി പഠിക്കാൻ വേണ്ടി റെഡിയായതാ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോയിട്ട് ബസ്സിൽ കയറ്റി വാണിയമ്പലത്തി അവിടുന്ന് റെയിൽവേ ട്രാക്ക് വഴി നടന്നിട്ട് ആ നടന്ന് വരുന്നതിനിടയിൽ അവളുടെ ബാഗിലുള്ള എക്സ്ട്രാ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഈ പെൺകുട്ടി എന്തിനാണ് കൊണ്ടുവന്നത്? അത് വെച്ച് കയ്യും കൊണ്ട് ഫ്രണ്ടിലേക്ക് വെച്ച് കെട്ടി വായയിൽ തുണി തിരികിയിട്ടാണ് റബ്ബേ ആ പെൺകുട്ടിനെ ആ റെയിൽവേ ട്രാക്കിനടുത്തുള്ള ആൾതാമസമില്ലാത്ത തെരുവ് നായ്ക്കൾ പോലും പോകാത്ത ആ കുറ്റിക്കാട്ടിൽ വെച്ചിട്ട് ഈ ഒരു കൊടും ക്രൂരത അവൻ ചെയ്തത്. പോലീസ് എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ ടവർ ലൊക്കേറ്റ് ചെയ്താണ് തൊഴിലുറപ്പ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ. പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഫോണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പോലീസിനെ കണ്ടതിന് ശേഷം എന്ത് ചെയ്തു, അവിടെ ഒന്നും കാണുന്നില്ല. രണ്ടാമത് ചെക്കും പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്തോട്ട് മാറിയെന്ന് പറഞ്ഞു. ഏകദേശം എത്ര മണിക്കായത് ഇപ്പൊ ഈ കുട്ടിയുടെ ഫോൺ ഈ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ട്രാക്ക് ചെയ്യുന്നത് പോലീസ് വരുന്നത്? 8-9 മണി രാത്രി. ഇവൻ ഈ വീട്ടിലേക്ക് പോകുന്നത് ഏകദേശം അതിന്റെ ഒരു 10 മിനിറ്റ് ദൂരത്തിനുള്ളതുള്ളൂ. അവർ ഓടുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എത്താനുള്ള ഒരു ലെങ്തേ വരുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ തൊടിയപ്പുറ റെയിൽവേ സ്റ്റേഷൻ അവിടെ CCTV-കളൊക്കെ ഉണ്ടാവും? ഇല്ല, അവിടെ CCTV കാര്യങ്ങളൊന്നും. ഈ ഒരു പെൺകുട്ടിയുടെ മയ്യത്ത് ആ ഒരു പൊന്തക്കാട്ടിൽ കിടക്കുമ്പോൾ ഒരു പായലിട്ട് മൂടിക്കുക. അപ്പോഴും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാഗുണ്ട്, സ്കൂൾ ബാഗുണ്ട്, യൂണിഫോമിൽ. അത് കണ്ടു നിന്ന ആ പിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ. പടച്ചോനെ, നമ്മുടെ മക്കളും സ്കൂളിലും മദ്രസയിലും കോളേജിലൊക്കെ പോണ മക്കളാണ്. എന്തൊക്കെയോ പ്രണയങ്ങളിൽ പോയി ചാടുന്നവരുണ്ടാവാം. നമ്മളതിന് ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളത് ഉള്ളു തുറന്ന് നിങ്ങളൊന്ന് കാണുക. ഈ പെൺകുട്ടിനെ കാണാതായത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച കുട്ടി സ്കൂളിൽ പോയി. കുട്ടി 6 മണിയാകുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. മാതാവിനെ വിളിക്കാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനിപ്പോൾ വരുന്നു പറഞ്ഞിട്ട്. വീട്ടുകാർ കരുതി ഇപ്പം വരും, പിന്നെ വരുന്നില്ല. അപ്പം ഇവർക്ക് സംശയമായി, പ്രണയിക്കണവൻ്റെ വീട്ടിൽ പോയി. ഓൻ പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞൂടെ, ഞങ്ങൾ തമ്മിൽ പോയിരുന്നു എന്നുള്ള. ശരി, 6 മണി വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2-3 തവണ മാറ്റി വരുമെന്ന് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞ് ഞങ്ങൾ ട്രെയിനിൽ കയറി വന്നിട്ട് ഓള് വേറെ ഇറങ്ങി, ഞാൻ വേറെ ഇറങ്ങി. പിന്നെ പറഞ്ഞു ഓള് വേറൊരുത്തൻ്റെ കൂടെ ബൈക്കിൽ പോകണേ ഞാൻ കണ്ടു, വേറെ ചെക്കന്മാരെ കൂടെ പോകണേ കണ്ടെന്ന്. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോൾ പോലോട് പോലീസ് പറഞ്ഞു നീ നിൻ്റെ ഫാദറിനെയും കൂട്ടിയിട്ട് വായോ എന്നുള്ളത്.
അങ്ങനെ വന്ന് ചോദിച്ചിട്ട് പോലീസ് ചോദിച്ചപ്പോൾ ഓൻ കൃത്യമായിട്ട് ഒരു ഭാവഭേദവും ഓനിക്കില്ല. ഓൻ പറഞ്ഞോട് ഓൻ പറയാണ്, ഞാൻ ഇന്നിന്നെ പോലൊക്കെ ചെയ്ത് കൈ കെട്ടി ഇതൊക്കെ ചെയ്ത് തന്നെ. ഇവന്റെ ഉള്ളിൽ പ്രണയ പകയാണ് ഉണ്ടായിരുന്നത്, ടോക്സിക് റിലേഷൻഷിപ്പ്. ആരോടോ ഇവൾക്ക് ബന്ധമുണ്ട് തോന്നിയിട്ട് അതിലങ്ങോട്ട് തീർത്തു. ഇത് 16 വയസ്സേ ഉള്ളൂ ഇവൻക്കൊക്കെ. നമുക്ക് എവിടെയാ പിഴവ് പറ്റിയത്? ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ലിബറൽ ചിന്താഗതിയാണ്. ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ, സംസാരിച്ചാൽ, മടിയിലിരുന്നാൽ, കെട്ടിപ്പിടിച്ചാൽ അതൊന്നും കുഴപ്പമുള്ളതല്ല. നമുക്ക് അങ്ങനെ എന്താ പറയുക, ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നു. ഇതൊന്നും ഒരു തെറ്റല്ല എന്നൊരു തോന്നൽ. 2, ഇത്തരം പ്രണയബന്ധങ്ങൾ സ്വാഭാവികമാണ്, അത് കറക്റ്റാണ്. ഒരു കൗമാരക്കാരായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കാണെങ്കിലും മറ്റൊരാളോട് അട്രാക്ഷൻ തോന്നും. അട്രാക്ഷൻ തോന്നുമ്പോൾ എവിടുന്നാണ് ഈ മക്കൾക്ക് ഇതിനെ ഗൗരവമായിട്ട് കാണണമെന്ന് ചിന്തിക്കുന്നത്? 25 വയസ്സാകുമ്പോഴാണ് തലച്ചോറിൻ്റെ വളർച്ച പൂർണ്ണമാവുക. അവിടെ നമ്മുടെ ഡിസിഷൻ എടുക്കുന്നത് ശരിയാവുള്ളൂ. അതിനിടയിൽ ഇതുപോലുള്ള അട്രാക്ഷൻസിൻ്റെ പിന്നിൽ ലൈഫ് കുടുങ്ങുക. ഇത് ഇഷ്ടമാണ്, പ്രണയമല്ലാന്ന് ഈ മക്കളെ ബോധ്യപ്പെടുത്തണ്ടേ? എത്ര തിരക്കിലാണെങ്കിലും നമ്മളെ മക്കളോട് തുറന്ന് സംസാരിക്കണം. ഇവന് പ്രശ്നങ്ങളായപ്പോൾ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ ഈ ചെക്കൻ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? ഞാൻ നിർത്തി, ഞാൻ ഒന്നിൽക്കൂല്ല, എന്തെങ്കിലും അവൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ അതിൽ പറയരുതിട്ടാ. ഇവന് വീട്ടുകാരോട് 4 ദിവസം മുമ്പ് പറഞ്ഞതാ, ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ പ്ലാനഡ് അല്ലേ? ഇക്ക് തോന്നണില്ല ഇവനിത് ഒറ്റക്ക് ചെയ്തത് എന്നുള്ളത്. ഇവനിത് ഒറ്റക്ക് ചെയ്തതാണെന്ന് എനിക്ക് തോന്നണില്ല, വേറെ ആരെങ്കിലും കൂട്ടുണ്ടാവും. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പെൺകുട്ടികളാണോ ആൺകുട്ടികളാവും അട്രാക്ഷനൊക്കെ ഉണ്ടാവും. പറഞ്ഞു കൊടുക്കുക പെൺകുട്ടികളെ, നിങ്ങൾ ആൺകുട്ടികളെ കാണുമ്പോൾ നല്ല ചിരിയും കളിയും ഒക്കെ ഉണ്ടാകുമ്പോഴും പ്രണയത്തിൽ പോയി ചാടണ്ട. സൗഹൃദങ്ങൾക്കപ്പുറം പോകരുത്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി രക്ഷിതാക്കൾ തിരിച്ചറിയുക. ഒന്നിനും പറഞ്ഞ രണ്ടാമതിനെ അടിക്കലും ഇടിക്കലും സ്കൂൾ മുടക്കലോ അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തലോ അല്ല. അവർക്കും ഉണ്ടാവും വാശി. 25 വയസ്സ് വരെ അവർക്കത് മനസ്സിലാവില്ല. നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച പൂർണ്ണമാവുന്നത് സ്ത്രീകൾക്ക് 23 വയസ്സിലാണ്, പുരുഷന്മാർക്ക് 25 വയസ്സിലും. അതിൻ്റെ ഇടയിൽ ഇവർക്ക് എല്ലാവരോടും ദേഷ്യവും പകയും ധൈര്യം എടുത്തുചാട്ടും എല്ലാം ഉണ്ടാവും. പണ്ടത്തെ കാലത്തെ കൗമാരക്കാര സ്വഭാവങ്ങളെല്ലാം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ അട്രാക്ഷൻ വരുമ്പോൾ നമ്മൾ മക്കളോട് സംസാരിച്ചാൽ, പെൺകുട്ടികളാണ് പലപ്പോഴും ഇതിന് ധൈര്യം കൊടുക്കുക. എന്തിനാണ് നമ്മൾ ആൺകുട്ടികൾ വിളിച്ചാൽ ഇവരെ കൂടെ ഇറങ്ങിപ്പോണത്? ആ പോക്കല്ലേ അപകടം. ഒരാൺകുട്ടി തോക്ക് ചൂണ്ടിയിട്ട് മര്യാദക്കിൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോകണില്ല. ഇവൻ പലപ്പോഴും ഇവളുടെ വീട്ടിൽ വരാറുണ്ട്. ഇവൻക്ക് ഇവളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരൂലത്രേ. ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ മൊബൈൽ ഫോൺ ഒരു പങ്കില്ലേ? ഈ സംഭവങ്ങളൊക്കെ നടന്നാലും ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഈ കുട്ടികൾ ഈ വാർത്തകൾ കാണൂലല്ലോ. അവരവരുടെ ലോകത്ത് മാത്രമാണ്. അവർക്ക് ഏറ്റവും വലുത് ഇൻസ്റ്റയിൽ അവരിടുന്ന സ്റ്റാറ്റസ്, ഇങ്ങനൊരു ഫോട്ടോയും കൊണ്ടിടും. അവരുടെ ലോകം അതാണ്. ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് കരുതുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അത് അധ്യാപകരായാലും രക്ഷിതാക്കളായാലും സൊസൈറ്റി ആയാലും ആണും പെണ്ണും ഇടകലർന്നാൽ തെറ്റല്ല. ആണും പെണ്ണും കൈകൾ ചേർത്ത് പിടിച്ച് ഒന്നിച്ചിരുന്നാൽ, ചിരിച്ചാൽ, കളിച്ചാൽ, വാരിപ്പുണർന്നാൽ, ഹഗ് ചെയ്താൽ അതൊക്കെ സ്വാഭാവികമല്ലേ? അതൊക്കെ കുട്ടികളല്ലേ? എന്ത് കുട്ടികൾ? ആ കുട്ടികളാണ് ഇങ്ങനെ ആയത്. ഇവൻ്റെ ഉള്ളിലുള്ള പ്രണയമൊക്കെ കാമം മാത്രമാണ്. സ്നേഹം മുഴുവൻ കാമാണ്. ആൺകുട്ടികളെ രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്. ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ ഇതൊരു സെക്സ് ഉപകരണം മാത്രമല്ല, ഒരു സെക്സ് ടോയ് അല്ല. ജീവനുള്ള, അവർക്ക് ബോധമുള്ള, ചിന്താശേഷിയുള്ള കുട്ടികളാണവർ. മക്കളെ വിളിച്ചു വരുത്തി ഇടയ്ക്കിടക്കാർക്ക് കൗൺസിലിംഗ് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇങ്ങനെ വരുന്ന ഒരുപാട് കേസുണ്ട്. ഒരു ഉമ്മ എൻ്റെ അടുത്ത് ഒരു കുട്ടിനെ കൊണ്ടുവന്നതാ. എപ്പോൾ പ്രണയം പിടിച്ചാൽ ഈ ഉമ്മ അടിച്ച് പഞ്ചറാക്കും. ആ പെൺകുട്ടിനെ 9ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയമാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഡിഗ്രിക്കാണ്. ഒരു നിലക്കും ആ ഉമ്മാൻ അംഗീകരിക്കൂല എന്നുള്ളതാണ്. ഇതൊക്കെ നല്ലപോലെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം അടിച്ചും ഇടിച്ചും ഭീഷണിപ്പെടുത്തിയിട്ടും ഹാൻഡിൽ ചെയ്താൽ ആ കുട്ടി വീണ്ടും വീണ്ടും അകന്നു പോവുള്ളൂ. നമ്മൾ പഠിച്ച സൈക്കോളജിക്കൽ തിയറിക്ക് അപ്പുറമാണ് ഇന്നത്തെ കുട്ടികളുടെ മനോനില. സ്കൂളിലേക്ക് പോയിട്ട് വരുന്നൊരു കുട്ടിനെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്ക് കേൾക്കുന്ന വാർത്ത, മോളെ കാണാനില്ല. കണ്ടെത്തുമെന്ന് കരുതുമ്പോൾ പിന്നെ കേൾക്കുന്ന വാർത്ത, ഏതോ കുറ്റിക്കാട്ടിലെ പൊതിഞ്ഞ് കിടക്കണുണ്ട് തൻ്റെ മോളിൽ നിന്ന് കേൾക്കുന്ന ആ രക്ഷിതാവിൻ്റെ ഒരു മനസ്സ്. അത് ചെന്ന് കാണുന്ന ഉറപ്പിക്കുന്ന ഒരു മാതാപിതാക്കൾ ഉണ്ടാവില്ലേ? ഇതിൻ്റെ മോളെന്നെയാണെന്ന് പോലീസ് കാണിച്ചു കൊടുക്കുമല്ലോ തന്നെ ഉറപ്പ് വരുത്താൻ. ഇവിടെയൊക്കെ മുറിവ്. ഇവന് ഈ രക്തമൊക്കെ ഉണ്ടായിട്ട് ഇവന് അടുത്ത വീട്ടിൽ പോയിട്ട് കൈ കഴുകി അവിടുന്ന് ഫോണൊക്കെ എടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവൻ പക്ക ക്രിമിനലാണ്. നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരുപാട് ആൺകുട്ടികളുണ്ട് കേട്ടോ. 15 വയസ്സിൻ്റെ ഇതിൽ ശിക്ഷ കൊടുക്കണം. 15 വയസ്സിൻ്റെ പിറകിൽ കാണെങ്കിലും ഓക്കെ, ഒരു കുട്ടികളായിട്ട് കണക്കാക്കുക. മാനസിക വളർച്ച, ശാരീരിക വളർച്ച, വൈകാരിക വളർച്ച. ഈ വൈകാരിക വളർച്ചയൊക്കെ 15 വയസ്സിനും
എത്തുമ്പോൾ തന്നെ 20 വയസ്സിൻ്റെ വളർച്ച ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ കുട്ടികൾക്ക് കുട്ടികളായിട്ടല്ല കാണേണ്ടത്. 15 വയസ്സാണോ അവരെ 18 വയസ്സിൻ്റെ മുകളിലായിട്ട് കാണണം. അതിന് താഴേക്കാണെങ്കിലും ഒക്കെ മോനെ ഇഷ്ടമില്ലാതെ നാളെ ഓള് ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ അത് വിട്ടേക്കുക. അതിൻ്റെ പേരിൽ മോനൊന്നും ചെയ്യണ്ട. ഇതെന്താണ്? കുറേ കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് തോന്നുകയാണ് ഇവനെ ബെസ്റ്റിയാക്കാന്നിട്ട് മറ്റവനെ ലവറാക്കാന്ന്, അല്ലെങ്കിൽ ഇവനെ ലവറാക്കിയിട്ട് മറ്റവനെ ബെസ്റ്റിയാക്കാന്ന്. അതോടുകൂടി ഇവൻ്റെ ഉള്ളിൽ പ്രണയപ്പകയാണ്. ഈ പ്രണയപ്പകയിൽ എത്ര പെൺകുട്ടികളുടെ ജീവനാണ് നമ്മുടെ കേരളത്തിൽ പോയിട്ടുള്ളത്. പക്ഷെ ഇതാദ്യമാണ് 14 വയസ്സുള്ളൊരു പെൺകുട്ടിനെ 16 കാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് ധൈര്യം എത്തുന്നുണ്ടെങ്കിൽ അതിന് മൊബൈൽ ഒരു ഘടകമാണ്, നമ്മുടെ ലിബറൽ ചിന്താഗതി ഒരു ഘടകമാണ്. ആണും പെണ്ണും ഒന്നിച്ചിരുന്നാൽ അപകടമില്ലാതെ കരുതുന്ന മാതാപിതാക്കളുണ്ട്. എല്ലാ ഫ്രീഡം കൊടുക്കുക. ആ ഫ്രീഡം കൊടുത്തതിൻ്റെ എൻഡിലാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ഇങ്ങനെയൊരു ദുരന്തം നമുക്ക് വരാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ തുറന്ന മനസ്സോടുകൂടി കാണുക, യാഥാർത്ഥ്യബോധ്യം ഉൾക്കൊള്ളുക, മക്കളോട് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക, കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളിലും ഒരുപാട് പേർക്ക് സന്തോഷം ആ പ്രണയത്തിൽ നിന്ന് പിന്മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നോളേ. ഞാനന്ന് ചോദിക്കുന്നൊരു ചോദ്യം, മെഹറാജിൻ്റെ നോമ്പ്, ഇന്ന് മെഹറാജിൻ്റെ നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്, നോക്കാത്ത ആളുകളുണ്ട്. മെഹറാജിൻ്റെ നോമ്പിൻ്റെ വിധി എന്താണ്? സുന്നത്ത്, വാജിബ്, കറാത്ത്, ഇതിലെന്താണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.